ഹായ് ഡിയേഴ്സ്, എൻ്റെ പേര് കീർത്തി. ഞാൻ 2 ദിവസം മുന്നേ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ CSEB എക്സാമിന് എനിക്ക് എങ്ങനെ റാങ്ക് കിട്ടി, എങ്ങനെ ഞാൻ പഠിച്ച്, അങ്ങനത്തെ രീതിയിലുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ എൻ്റെ വീഡിയോയ്ക്ക് അത്ര വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് കാര്യമാക്കിയില്ല കേട്ടോ. കാരണം ജസ്റ്റ് ഞാൻ ഇട്ടു, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ട് അങ്ങനെ വീഡിയോ ഇട്ടു, അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ വീഡിയോയ്ക്ക് അത്ര വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് എനിക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് 1-2 കുട്ടികൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെ തേടി പിടിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്തപ്പോൾ 1-2 ആൾക്കാരെങ്കിലും അവർക്കത് യൂസ്ഫുൾ ആയതുകൊണ്ടല്ലേ എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമായി. കാരണം അവർക്കെങ്കിലും അത് യൂസ്ഫുൾ ആയല്ലോ, ഞാൻ കാരണം ഒരാൾക്കെങ്കിലും അത് യൂസ്ഫുൾ ആയല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ച ഒരു കാര്യം, പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, ഞങ്ങൾക്ക് പല പ്രശ്നങ്ങളുണ്ട് ലൈഫിൽ, അതായത് വയ്യാത്ത കാര്യങ്ങൾ, പിന്നെ വേറെ പല പ്രശ്നങ്ങൾ ലൈഫിലുണ്ട്, പഠിക്കാൻ പറ്റുന്നില്ല, അപ്പോൾ എങ്ങനെയാണ് പഠിക്കുക, ഒന്ന് പറഞ്ഞു തരുമോ, അങ്ങനെയാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ടുള്ള അതായത് ലൈഫിൽ സ്റ്റക്കായി പോയവരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ എനിക്ക് നമ്മുടെ ഏതൊരു PSC ആയിക്കോട്ടെ, CSEB ആയിക്കോട്ടെ, ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുന്ന കുട്ടികൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരാളുടെ ലൈഫും പെർഫെക്റ്റ് അല്ല. അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. അതായത് നമ്മൾ ചിന്തിക്കും, ഇക്കരെ നിൽക്കുമ്പോൾ നമുക്ക് അക്കരെ പച്ചാന്നൊക്കെ തോന്നൂലേ, നമ്മുടെ നാട്ടിൻപുറത്തെ ഭാഷയിൽ പറയുകയാണ്. ഓക്കെ, എല്ലാവരുടെ ലൈഫിലും ഉണ്ടല്ലോ ഓരോ പ്രോബ്ലംസ്. അതായത് ചിലർക്ക് ഇപ്പോൾ ഫിനാൻഷ്യലി ആയിരിക്കാം, ചിലർക്ക് ഹെൽത്ത് വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി, അങ്ങനെ പല പ്രശ്നങ്ങളായിരിക്കും ഓരോ ആൾക്കാരും ഫേസ് ചെയ്യണത്. ഓക്കെ, അതായത് ആരുടെ ലൈഫും നമ്മൾ വിചാരിക്കും അവർക്കൊക്കെ നല്ല സുഖമായിരിക്കുമല്ലേ, അങ്ങനെയൊന്നുമില്ല. ഈ പറയുന്ന ഞാനും ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ എന്തോ വന്നോട്ടെ, നമ്മുടെ ലൈഫിൽ എന്ത് പ്രോബ്ലംസ് വന്നാലും ഞാൻ ഇതൊക്കെ സോൾവ് ചെയ്യും എന്നൊരു ആത്മവിശ്വാസം എന്ത് ചെയ്യണം, നമുക്ക് വേണം. അതാണ് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്. നമ്മുടെ ലൈഫിൽ പലതും ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്, അതൊന്നും കണ്ട് നമ്മൾ പേടിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, ആത്മവിശ്വാസത്തോട് കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. ഓക്കെ, ആദ്യം നമുക്ക് എന്താ വേണ്ടത്, നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ആണ് വേണ്ടത്. ഓക്കെ, പിന്നെ വേറെ നിങ്ങൾക്ക് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവം നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും വേണം. അതായത് നമുക്കിത് നേടാൻ സാധിക്കും. PSC ആയിക്കോട്ടെ, കോമ്പറ്റീറ്റീവ് എക്സാം, CSEB ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള വേറെ എന്ത് ഗോൾസ് ആയിക്കോട്ടെ. രണ്ടാമത്തെ കാര്യം എന്താ നിങ്ങൾക്ക് വേണ്ടത്, ഒരു പോസിറ്റീവായിട്ടുള്ള മനോഭാവമാണ് വേണ്ടത്. എന്നെക്കൊണ്ട് ഇത് നേടാൻ സാധിക്കും എന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്താഗതി, അതാണ് നിങ്ങൾക്ക് വേണ്ടത്. ആദ്യം നിങ്ങൾക്ക് വേണ്ടത് എന്താ, സെൽഫ് കോൺഫിഡൻസ് ആണ്. രണ്ടാമത് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്താ, പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവമാണ്. നമ്മളെക്കൊണ്ട് ഇത് നേടാൻ സാധിക്കും. ഇപ്പം ഞാനൊക്കെ ഈ എക്സാമിന് വേണ്ടി പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കുറേ ഇരുന്ന് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ നന്നായി ഇരുന്ന് പഠിച്ചിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് ലക്കിന് കിട്ടിയതാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട് ഈ എക്സാമിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് പഠിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ, ഇപ്പം എൻ്റെ നാട്ടിലായിക്കോട്ടെ, എൻ്റെ വീട്ടിലായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, ഒരുപാട് ആൾക്കാർ എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ എന്താ അങ്ങനെ പറഞ്ഞിട്ട്, ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും എഴുതുന്ന എക്സാം അല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരോടൊന്നും ഞാൻ ഒന്നും റിയാക്ട് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം എൻ്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ കളിയാക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എനിക്ക് എന്തായാലും ഇത് കിട്ടും, ഞാനിത് നേടിയെടുക്കുക തന്നെ ചെയ്യും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്കും എന്ത് വേണം, അങ്ങനൊരു വിശ്വാസം ആദ്യം വേണം. ഓക്കെ, പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളിൽ ഇപ്പോൾ ഒരു 90% ആൾക്കാരും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ടാവും ഉണ്ടായിരിക്കുക. നിങ്ങളിപ്പോൾ ഈ ഒരു എക്സാമിന് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുള്ള 90% ആൾക്കാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടല്ല, മോട്ടിവേറ്റ് ചെയ്യാനായിട്ടല്ല, 90% ആൾക്കാരും നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് മാത്രമാണ് ഉണ്ടായിരിക്കുക. കാരണം എങ്ങനെയെങ്കിലും നിങ്ങളെ തളർത്തണം, അത് മാത്രമായിരിക്കും അവരുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഈ ഒരു 10% ആൾക്കാർ മാത്രം കേട്ടോ ചിലപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മോട്ടിവേഷൻ തരാനും 10% ആൾക്കാർ മാത്രം ഉണ്ടായിരിക്കണം. 10%-ൽ നമ്മുടെ ഫാമിലി ആയിരിക്കും അധികവും ഉണ്ടായിരിക്കുക.
പിന്നെ നമ്മൾ അത്രയും അറിയുന്ന ഫ്രണ്ട്സ്, നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് മാത്രമാണ് ഈ 10% ഉണ്ടായിട്ടുള്ളൂ. ബാക്കി 90% ആൾക്കാരും നമ്മളെ കുറ്റം പറയാനും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനും മാത്രമാണ് ഉണ്ടാവുക. ആ 90% തരുന്ന ഡീമോട്ടിവേഷന് വേണം നിങ്ങൾ മോട്ടിവേഷൻ ആയിട്ട് എടുക്കാൻ. അതായത് നമ്മളെ ആരാണോ ഡീമോട്ടിവേറ്റ് ചെയ്യണത് അവരുടെ മുഖമായിരിക്കണം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണ്ടത്. ഇവരുടെയൊക്കെ മുൻപിൽ ഞാൻ ഉയർന്ന് കാണിക്കും, ഞാൻ ഉയർന്ന് വരും എന്നൊരു ചിന്താഗതിയാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായോ? അതായത് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഈ ഒരു പേഴ്സൺസ് ഉണ്ടല്ലോ, ഈ ഒരു ആൾക്കാരുണ്ടല്ലോ, അവരുടെ മുഖം എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ വേണം. നിങ്ങളുടെ മനസ്സിൽ പഠിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബുക്ക് തുറക്കുമ്പോൾ നിങ്ങൾ അവരെ ആലോചിക്കണം, ഇവരുടെയൊക്കെ മുൻപിൽ ഞാൻ ജയിച്ച് കാണിക്കും എന്നൊരു മനോഭാവമാണ് നിങ്ങൾക്ക് വേണ്ടത്. അങ്ങനെ ഒരു മനോഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. PSC ആയിക്കോട്ടെ, CSEB ആയിക്കോട്ടെ, ഏത് എക്സാം ആയിക്കോട്ടെ, ഉറപ്പായിട്ടും കിട്ടും. പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് സിവിൽ സർവീസ് എക്സാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, IAS, IPS അങ്ങനെയുള്ള ജോലികളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന ഒരു എക്സാമാണ് സിവിൽ സർവീസ് എക്സാം. ഏറ്റവും ടഫസ്റ്റ് എക്സാംസ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏതാ? സിവിൽ സർവീസ് എക്സാം ആണ്. ഓക്കെ, അങ്ങനെയുള്ള സിവിൽ സർവീസ് എക്സാം കിട്ടുന്നില്ലേ? ഒരുപാട് ആൾക്കാർ പഠിച്ചെഴുതുന്നില്ലേ സിവിൽ സർവീസ് എക്സാം? കിട്ടുന്നില്ലേ അവർക്ക്? ഇല്ലേ? പിന്നെ എന്തുകൊണ്ട് നമുക്കൊരു PSC അല്ലെങ്കിൽ CSEB എക്സാം എന്തുകൊണ്ട് നമുക്ക് കിട്ടില്ല? നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മനസ്സിലായോ? ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പലരും കാണും, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത്. നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലെന്നല്ല, പൊതുവെ ഞാൻ കേട്ടിട്ടുള്ള ടോക്കാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റാറ്റസ് ഇടേ അല്ലെങ്കിൽ നമ്മളൊന്ന് നന്നായി ഒരുങ്ങി പോവുകയൊക്കെ ചെയ്ത് നമ്മുടെ നാട്ടിലുള്ള വയസ്സായവരോ പഴയ ആൾക്കാരാണല്ലോ, അവരെന്ത് പറയുന്നറിയോ? അയ്യോ അവർ കണ്ണ് വെക്കും, അങ്ങനെയൊന്നും ഒരുങ്ങണ്ട, കണ്ണ് വെക്കും, അല്ലെങ്കിൽ അതൊന്നും സ്റ്റാറ്റസ് ഇടണ്ട, കണ്ണ് വെക്കും. അങ്ങനത്തെ വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട് പല ആൾക്കാരുടെ കയ്യിൽ. പല ആൾക്കാരങ്ങനെ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് കണ്ണ് വെക്കുന്ന, മറ്റുള്ളവർ കണ്ണ് വെക്കുമെന്ന്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയോ, മറ്റുള്ളവർ നമ്മളെ കുറിച്ചിട്ട് എന്താച്ച ചിന്തിച്ചോട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മേത്ത് തട്ടണം എന്നുണ്ടെങ്കിൽ, ഇപ്പം അവരുടെ കണ്ണ് നമ്മുടെ മേത്ത് തട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അത് നമ്മുടെ മേത്ത് തട്ടണത്. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് ഇപ്പോൾ നിങ്ങളെ കുറിച്ചിട്ട് വേറൊരാൾക്കാരെ എന്തോ ചിന്തിച്ചോട്ടെ, അതൊരു പ്രശ്നമേ അല്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ചിന്ത, ഇപ്പം നിങ്ങളിങ്ങനെ ചിന്തിക്കുകയാണ്, അയ്യോ അവരെന്നെ കണ്ണുവയ്ക്കോ, അവരെന്നെ കണ്ണുവയ്ക്കോ എന്താ നിങ്ങൾ പേടിക്കുകയാണ്, അയ്യോ അത് കിട്ടാതിരിക്കോ, കണ്ണ് വയ്ക്കോ, അങ്ങനെ നിങ്ങൾ പേടിക്കുമ്പോഴാണ് നിങ്ങൾക്കത് കിട്ടാതെ പോണത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത് എന്താണ്? അതായത് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്താണെന്ന് ചിന്തിച്ചോട്ടെ, നിങ്ങൾ അതൊന്നും ആലോചിക്കാനേ പോണ്ട, അത് അവരുടെ മനസ്സല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ, നമ്മുടെ മൈൻഡ് നമ്മുടെ കയ്യിലാണ് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മനസ്സിലേക്ക് നല്ല കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, മറ്റുള്ളവർ എന്താച്ചാൽ ചിന്തിച്ചോട്ടെ, അതൊരു പ്രശ്നമേ അല്ല. ഇപ്പം ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ എന്നെ ഒരുപാട് ആൾക്കാർ കളിയാക്കിക്കോട്ടെ, എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ ആ 90% ഡീമോട്ടിവേഷനെ ഞാൻ എന്തായി എടുത്തു, മോട്ടിവേഷനായിട്ട് എടുത്തു. ഇവരുടെ മുന്നിലൊക്കെ ഞാൻ ജയിച്ച് കാണിച്ചു കൊടുക്കും, അങ്ങനെ ഒരു മനോഭാവമായിരുന്നു എനിക്ക്. ഓക്കെ, അപ്പം നമ്മളെ കളിയാക്കുന്നവരോടെ കളിയാക്കട്ടെടോ, അതിനൊക്കെ എന്താ, കളിയാക്കട്ടെ. ഇപ്പോൾ ഞാൻ എന്താ ചിന്തിക്കുന്നത് അറിയാം, എന്നെ ആ കളിയാക്കുന്നവരവിടെ കളിയാക്കിക്കോട്ടെ, അത്രത്തോളം ഞാൻ വളരും. ഞാൻ അങ്ങനെ ചിന്തിക്കണത് പോസിറ്റീവായിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എന്താ മാത്രമേ ചിന്തിക്കുക, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്താച്ച വിചാരിച്ചോട്ടെ, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമ്മളായി തീരുക. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ, അതായത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് വർഷം മുന്നേ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫായി മാറുന്നത്. മനസ്സിലായോ? ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ വെറുതെ ആണെന്ന് തോന്നും, പക്ഷെ അല്ല. നിങ്ങളൊന്ന് സ്വയം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ ലൈഫ്. അത് നിങ്ങൾക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഓക്കെ, പിന്നെ എൻ്റെ അടുത്ത് വേറെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. കൂടെയുള്ള ഫ്രണ്ട്സിനോട് ചോദിക്കുമ്പോൾ അവരൊന്നും പഠിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ചോദിക്കുന്നത്. എൻ്റെ അടുത്തൊരു
കുട്ടി മെസ്സേജ് അയച്ച് ചോദിച്ച കാര്യമാണ് കേട്ടോ. അപ്പം എനിക്ക് തോന്നി ആ കുട്ടിയുടെ മാത്രം പ്രശ്നമല്ല, ഒരുപാട് കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഇത് എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ അതും കൂടി ഒന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ വീഡിയോയിൽ. ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളോട് ആദ്യം പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മുടെ ലൈഫിൽ നമ്മൾ ജനിക്കുമ്പോഴും ഒറ്റയ്ക്കാണ്, നമ്മൾ മരിച്ചു പോകുമ്പോഴും ഒറ്റയ്ക്കാണ്. അല്ലേ? നമ്മുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പ്രോബ്ലം വരുമ്പോൾ ഈ പറയുന്നവരാരും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും അത് ഫേസ് ചെയ്യേണ്ടി വരിക. നിങ്ങളുടെ ലൈഫിലൊരു പ്രോബ്ലം വന്നു എന്ന് വിചാരിച്ചോളൂ, നിങ്ങളുടെ കൂടെ ഈ കാണുന്ന ഫ്രണ്ട്സൊന്നും ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിന്ന് വരില്ല. ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ, അങ്ങനെയുള്ള ഫ്രണ്ട്സുകളും ഉണ്ട്, ഇല്ലാതെ ഞാൻ മൊത്തത്തിൽ അങ്ങനെ ആക്ഷേപിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴും, ഇപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ആളോട് എന്നല്ല കേട്ടോ, പൊതുവേ ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ സ്കൂളിൽ പോവുകയാണെങ്കിലും കോളേജിൽ പോവുകയാണെങ്കിലും നമ്മൾ എന്ത് ചിന്തിക്കുന്നറിയോ? നമ്മുടെ ഫ്രണ്ട് ഒരു ദിവസം ലീവാണ്. ഇപ്പം നിങ്ങളൊരു കോച്ചിങ്ങിന് പോവാന്ന് വിചാരിച്ചോളൂ. നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും കൂടിയും പോയിട്ടാണ് അവിടെ പോയി ചേർന്നത്. അപ്പോൾ അന്ന് ആ കുട്ടി ലീവാ, ഫ്രണ്ട് അന്ന് വരുന്നില്ല, ഫ്രണ്ടിന് വേറെ എന്തെങ്കിലും ആവശ്യം കാരണം ഫ്രണ്ട് അന്ന് ലീവ് എടുത്തു. ചില കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ? അവരും ലീവ് എടുക്കും. ഫ്രണ്ട് ലീവല്ലേ, അപ്പം ഞാനും ലീവാ. എന്തിനാ നിങ്ങൾ അങ്ങനെ ചിന്തിക്കണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നമ്മുടെ ലക്ഷ്യങ്ങളെ നമുക്കല്ലേ അറിയുള്ളൂ, അല്ലേ? നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എത്രത്തോളം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അത്രത്തോളം അത് നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അപ്പോഴാണ് ആ ലക്ഷ്യങ്ങൾ നിങ്ങളായിട്ട് കൂടുതൽ അടുത്തോണ്ടിരിക്കുക. നമുക്കൊരു ജോലി കിട്ടണം എന്നുള്ളത് വേറെ ആരേനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ആവശ്യം ആരുടെ? നമ്മുടെ അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഒരു ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ആ ജോലി കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അതിനു വേണ്ടി എന്തും സാക്രിഫൈസ് ചെയ്യും, അല്ലേ? നിങ്ങൾ അതിനു വേണ്ടി എന്തും സാക്രിഫൈസ് ചെയ്യില്ലേ? നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടൊരു സാധനം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി എന്തും സാക്രിഫൈസ് ചെയ്യില്ലേ? ഇല്ലേ? അപ്പം അതുപോലെ നമുക്കൊരു ജോലി കിട്ടണം എന്നുള്ളത് ആരുടെ ആവശ്യമാണ്? നമ്മുടെ ആവശ്യമാണ്. അപ്പം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ലൈഫിൽ പലതും നമ്മൾ സാക്രിഫൈസ് ചെയ്യണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളൊരു 7 മണിക്ക് നിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചോ. നിങ്ങൾ ഇതേപോലത്തെ ഒരു എക്സാമിന് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 5 മണിക്കെങ്കിലും നിങ്ങൾ നീക്കണം, അല്ലെങ്കിൽ ഒരു 6 മണി, ഒരു 2 മണിക്കൂർ നേരത്തെ നീക്കുക. അതുപോലെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ, നിങ്ങൾ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ട് നിങ്ങളുടെ എത്ര ടൈമാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യണത്? നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു ടൈം നിങ്ങളൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കൂ. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ മിനിമം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മിനിമം സോഷ്യൽ മീഡിയയിൽ മിനിമം നിങ്ങളൊരു 4 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ. സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ റീൽസ് കണ്ടിട്ട് നിങ്ങളൊരു 4 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടാൻ പോകുന്നത്? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ 4 മണിക്കൂർ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റാണ് കിട്ടുന്നത്? നിങ്ങളൊക്കെ ഒരുപാട് ഇൻഫ്ലുവേഴ്സിനെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ. അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാനല്ലേ നിങ്ങൾ ഈ വീഡിയോസൊക്കെ കാണുന്നത്, അല്ലേ? അല്ലാതെ ഈ റീൽസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഒരു ഗുണം കിട്ടുന്നത്? മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാനാണെങ്കിൽ കുറച്ച് നേരം കണ്ടാൽ പോരെ. ഈ 4-5 മണിക്കൂറൊക്കെ ഫോണിൽ സ്ക്രോൾ ചെയ്തിട്ട് സമയം കളയണോ? ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, ഞാനും ഇതൊക്കെ കാണുന്നില്ലേ, ഞാനും ഈ ഒരു പ്രായത്തിലൂടെയല്ലേ കടന്നു പോകുന്നത് എന്ന്. യെസ്, ഞാനും കാണാറുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഇത്രയും നേരമൊന്നും എൻ്റെ പഠിക്കുന്ന ടൈമിൽ ഞാൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെ പഠിക്കുന്ന ടൈമിൽ, അതായത് ഞാനൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം വരെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞ് റിസൾട്ടൊക്കെ വരാറായപ്പോഴാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്, നോക്കുന്നതൊക്കെ. പിന്നെ അതുപോലെ യൂട്യൂബില്ലേന്ന് ചോദിക്കും. യൂട്യൂബ് ഉണ്ടായിരുന്നു ആ ടൈമിൽ. യൂട്യൂബിൽ ഞാൻ കണ്ടിരുന്ന ഏറ്റവും കൂടുതൽ വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ മോട്ടിവേഷൻ വീഡിയോസാണ്. കാരണം എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ എനിക്ക് ആരും ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പം ഞാൻ ഈ ഒരു എക്സാമിന് പഠിക്കുമ്പോഴും എന്നെ തളർത്താനാണ് കുറേ ആൾക്കാരുണ്ടായിരുന്നത്. ആരും എനിക്കൊരു സപ്പോർട്ടായിട്ട് നിനക്ക് കിട്ടൂട്ടോ, സാരില്ല പഠിക്ക്, അങ്ങനെ പറഞ്ഞ് എൻ്റെ കൂടെ നിൽക്കാനൊന്നും ആരും ഉണ്ടായിട്ടില്ല. 1-2 ആൾക്കാർ, അവരും ചിലപ്പോൾ കൺസിസ്റ്റൻ്റ് ഒന്നല്ല.
എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായിട്ടില്ല, എന്നെ തളർത്താൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാം നിങ്ങൾക്ക്? നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും ഉണ്ടാവില്ലടോ, നമുക്ക് മോട്ടിവേഷൻ പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ സ്വയം മോട്ടിവേറ്റ് ആവണം, സെൽഫ് മോട്ടിവേറ്റ് ആവണം. ഞാൻ സെൽഫ് മോട്ടിവേറ്റ് ആവാൻ ഞാൻ എന്താ ചെയ്തായിരുന്നെന്ന് അറിയോ? ഞാൻ യൂട്യൂബിൽ PSCയുടെയും CSEBയുടെ ഒക്കെ മോട്ടിവേഷൻ സ്റ്റോറീസ് ഇല്ലേ, അതെടുത്ത് ഞാൻ കണ്ടു. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ മോട്ടിവേഷൻ സ്റ്റോറീസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മളെക്കാട്ടിലും ഒട്ടും സൗകര്യമില്ലാതെ, നമ്മുടെ അത്ര പോലും സൗകര്യമില്ലാതെ വളരെ കഷ്ടപ്പെട്ട് ജോലി കിട്ടിയ ഒരുപാട് ആൾക്കാരെ ഞാൻ ആ മോട്ടിവേഷൻ വീഡിയോസിൽ കണ്ടു. അതായത് നമ്മളെക്കാട്ടിലും ഏജ് ഉള്ളവർ, വീട്ടമ്മമാരായിരിക്കും, ചിലപ്പോൾ 2-3 കുട്ടികൾ ഉണ്ടായിരിക്കും. അതായത് ഒട്ടും സൗകര്യമില്ലാതെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും സമയം കണ്ടെത്തി പഠിച്ച് ജോലി കിട്ടിയ കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടു ആ മോട്ടിവേഷൻ വീഡിയോസിൽ. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി ഇതൊക്കെയാണ് ശരിക്കുള്ള റിയൽ മോട്ടിവേഷൻ എന്ന് പറയണത് അല്ലേ. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി കിട്ടിയ ഒരുപാട് ആൾക്കാരെ ഞാൻ അവിടെ കണ്ടു, പല വീഡിയോസിലും കേട്ടോ. അപ്പം എനിക്ക് തോന്നി അവരെ കൊണ്ട് അത് പറ്റുന്നുണ്ടെങ്കിൽ അവരെക്കാട്ടിലൊക്കെ സൗകര്യമുള്ള എനിക്ക് എന്തുകൊണ്ട് ഇത് സാധിച്ചുകൂടാ? അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടു, അതിൻ്റെ റിസൾട്ട് കിട്ടി. അപ്പം എനിക്ക് നിങ്ങളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നമ്മുടെ ഫ്രണ്ട്സ് പഠിക്കുന്നില്ല എന്ന് വെച്ചിട്ടോ ചിലപ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങളായിരിക്കും. നിങ്ങൾ അതൊന്നും ചിന്തിക്കരുത്. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിനുവേണ്ടി മാത്രം നിങ്ങൾ പ്രയത്നിക്കുക. എനിക്ക് അത്രമാത്രം നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായി പഠിക്കുക. ഇപ്പോൾ എന്താ പറയുക, ഒരു കുട്ടി സ്റ്റോറിയും കൂടി ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. നമ്മുടെ വീഡിയോ കുറച്ച് ലോങ് ആവുന്നുണ്ട്, പക്ഷേ എന്തോ എനിക്കിത് പറയണം തോന്നി, അതുകൊണ്ട് ഞാൻ പറയാണ്. അതായത് അല്ല, അത് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ പറയാം, അതായിരിക്കും നല്ലത് തോന്നുന്നു. കാരണം ഇനി നിങ്ങളുടെ ടൈം കൂടുതൽ കളയണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഡിയർ ഫ്രണ്ട്സിനോട് എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, നന്നായി പഠിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ നിങ്ങൾക്ക് ടഫായിട്ടുള്ളത് വെച്ചാൽ അത് എന്നോട് പറഞ്ഞാൽ മതി. ഞാനിവിടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ട്രിക്ക് ഉപയോഗിച്ചിട്ട് വീഡിയോ എടുത്തു തരാം കേട്ടോ. ഓക്കെ, പിന്നെ എന്നോട് വേറൊരു കാര്യം കേട്ടോ, അതെനിക്ക് പറയാതെ വയ്യ, സമയം കഴിയാറായി, എന്നാലും ഞാൻ പറയുകയാണ്. ഞാൻ കഴിഞ്ഞ തവണ ഒരു വീഡിയോ ഇട്ടു, അപ്പോൾ അതിൻ്റെ താഴെ എനിക്കൊരു കമൻറ്റ് വന്നു കേട്ടോ. അതായത് ഒരു കുട്ടി എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇൻ്റർവ്യൂവിനും കൂടി മാർക്ക് കിട്ടണ്ടേ അങ്ങനെ ചോദിച്ചിട്ടൊരു കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയോട് എനിക്ക് പറയാം, ആ കുട്ടിയോട് എന്നല്ല, അവരോട്, അങ്ങനെയുള്ള ചിന്താഗതി ഉള്ളവരോട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഈ ഇൻ്റർവ്യൂ എന്ന പ്രോസസ്സിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ആദ്യം നിങ്ങൾ ഈ എക്സാം പാസ്സാവണ്ടേ? വേണ്ടേ? നന്നായി കഷ്ടപ്പെട്ട് പഠിച്ച് ലിസ്റ്റിൽ വന്നാൽ അതിന് ശേഷമുള്ള പ്രോസസ്സാണ് ഇൻ്റർവ്യൂ. നിങ്ങൾ അതിന് ശേഷമുള്ള ഒരു കാര്യം ആലോചിച്ചിട്ട് എന്തിനാ ഇപ്പോഴേ പഠിക്കാതിരിക്കുന്നത്? പലരും ഡീമോട്ടിവേറ്റ് ചെയ്യാനുണ്ടാവും. അതൊന്നും കേട്ട് തകർന്ന് അങ്ങനെയൊക്കെ ചിന്തിച്ച് അവിടെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ആവുകയുള്ളൂ. നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ഒരു ജോലി വാങ്ങിപ്പോവും. ഓക്കെ, അപ്പം നന്നായി പഠിക്കുക. പലരും നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനുണ്ടാവും, അതൊന്നും കേൾക്കരുത്. അവരൊക്കെ ചിലപ്പോൾ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്തിട്ട് അവർ നിങ്ങൾ കാണാതിരുന്ന് പഠിക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും അവനവന് വേണ്ടി നന്നായി പ്രയത്നിക്കുക. ഉറപ്പായിട്ട് നിങ്ങളുടെ ഡ്രീമിൽ നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും ഒരു ദിവസം. ഓക്കെ, അപ്പോൾ ബൈ ഡിയേഴ്സ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ഡിയേഴ്സ്, ബൈ.